ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൽ എന്നാണ്. ഞാനിതിൽ ഷർഫിക്കയുടെ അനിയനായിട്ടുള്ള ക്യാരക്ടർ ചെയ്താണ് വിമൽ രാജ്. മധുബുദിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയിലേക്ക് എത്തിയത്? ഞാൻ ഓഡീഷൻ വഴി വന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. അതിൻ്റെ ഡയറക്ടർ ജയിച്ചേൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ഓഡീഷനിൽ വന്നു, അങ്ങനെ സെലക്ട് ചെയ്തു. സീനിയർ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയിലുണ്ട്. ഷർഫിക്കായിട്ടൊക്കെ കോമ്പിനേഷൻ ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഷർഫിക്കായിട്ടുള്ള കോമ്പിനേഷൻ എക്സ്പീരിയൻസ് പറയും? ഷർഫിക്കായിട്ടുള്ള കോമ്പിനേഷൻ നല്ലതായിരുന്നു. ഷർഫിക്കായിട്ട് മാത്രമല്ല, എല്ലാവരുമായിട്ടും ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആദ്യം തന്നെ നമുക്ക് കുറേ ഇൻപുട്സ് ഒക്കെ അവർ തന്നെ ഇട്ട് തരും. നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും ചെയ്യാനായിട്ട്. ഓൾ ദി ബെസ്റ്റ്, വെൽക്കം ടു മലയാളം സിനിമ. എനിക്ക് തോന്നുന്നു ഇത് സാറിന്റെ മൂന്നാമത്തെ സിനിമ, രണ്ടാമത്തെ സിനിമ. ആദ്യം മമ്മൂക്കയുടെ കൂടെയായിരുന്നു. ഓക്കെ, രണ്ടാമത് ഷറഫിക്കയുടെ കൂടെ, ഇത് ഷറഫിക്കയുടെ കൂടെയായിരുന്നു. ഓക്കെ, ഓൾ റൈറ്റ്. സോ എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയുടെ പ്രമേയം ഫസ്റ്റ് മനസ്സിൽ വന്നത്? ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത് എഴുതാൻ തുടങ്ങുന്നത്. ഒരു അന്ന് ഷറഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഒരു സാധാരണ ഹീറോ, അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, പക്ഷെ അത് ഭയങ്കര ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ ഇരുന്ന് എൻജോയ് ചെയ്ത് എഴുതിയ ഒരു പരിപാടിയാണ്. അപ്പം ഇപ്പോൾ ഒരു ഏകദേശം അതേ ഒരു കാലയളവിൽ സിനിമയായിട്ട് ഇപ്പോൾ നാളെ റിലീസ് ചെയ്യാൻ പോവാണ്. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അതിലേക്ക് ഷറഫ് വന്നത് നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവാണ്. കാരണം പുള്ളീനെ അങ്ങനെ കാണാനായിട്ട് ഞങ്ങൾക്കും ഇഷ്ടമാണ്, ഓഡിയൻസിനും ഇഷ്ടമാണ്. അപ്പോൾ നാളെ തൊട്ട് അതിനുള്ളൊരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇത് ഷറഫുദ്ദീൻ ഒരു ആക്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇതിന്റെ ട്രെയിലറും ടീസേഴ്സൊക്കെ കാണുമ്പോൾ ഇതൊരു ഷറഫുദ്ദീൻ സിനിമ, അല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസ് ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ഷറഫുദ്ദീൻ സിനിമകളുണ്ട്. അപ്പാർട്ട് ഫ്രം ഹീസ് എ വെർസിറ്റൈൽ ആക്ടർ, നല്ല വെർസിറ്റൈൽ ആക്ടറാണ്. പക്ഷെ എന്നാൽ കൂടി ഷറഫുദ്ദീന്റെ കോമഡിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ചുള്ള ആ ഒരു കുസൃതികളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസിന് അങ്ങനത്തെ ഇതിന്റെ ഒരു സിനിമയായിരിക്കും ഉറപ്പായിട്ടും. കാരണം ഞാൻ ഷറഫിനോട് ഇറക്കി പറയാറുണ്ട്, നിങ്ങൾക്കായിട്ട് ആൾക്കാർ തന്നിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, അത് വേറെ ആർക്കും ഇല്ല. വേറെ ആരെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത് വേറെ രീതിയിൽ പോകും. അപ്പോൾ അത് ഇതിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. നാളെ തൊട്ട് അത് കാണാൻ പറ്റും. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ഒത്തുചേരൽ വന്നത്? ആദ്യം ഞങ്ങൾ കുറേ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. പല സിനിമകൾ ചർച്ച ചെയ്ത് അവസാനം ഷൂട്ട് തുടങ്ങിയ പടം ഇതാണ്. ഒരു 10-12 വർഷമായിട്ടുള്ള സുഹൃത്തുക്കൾ, ഒരുപാട് കഥകൾ ചർച്ച ചെയ്ത് ഒരേ സമയം സിനിമയിലേക്ക് വന്നവരാണ്. ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യായിരുന്നു. അവൻ ഷൈലോക്ക് എഴുതുന്ന രീതിയിൽ സിനിമയിലേക്ക് വന്നു, അതേസമയം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് സിനിമയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ കുറേ കാലമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു ക്രൂ? കാരണം ഒരു സാധാരണ ക്രൂ അല്ല, എല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡെബ്യൂ ഉണ്ട്. ഡെബ്യൂ ആണെങ്കിൽ ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഡാൻസറാണ്. എങ്ങനെയായിരുന്നു ആ ഒരു പ്ലേസ്മെന്റ്? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ബേസിക്കലി ഷർഫിക്കയുടെ കൂടെ മൂന്നാമത്തെ പടമാണ്. അതിലേറ്റവും സന്തോഷം ഉള്ളൊരു കാര്യം ഈ സിനിമയിൽ ജഗദീഷ് ചേട്ടൻ്റെ കൂടെയും സായി ചേട്ടൻ്റെ കൂടെയും അസീസ്ക്കയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. അസീസ്ക്കനെ ഞാൻ കോമഡി സ്റ്റാർസ് കാണുന്ന സമയത്ത് അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നെൽസൺ ചേട്ടനെ അസീസ്ക്കയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അസീസ്ക്കനെ നമ്മൾ നേരിട്ട് നമ്മൾ എഴുതുന്ന ഡയലോഗ്സ് പുള്ളി പറഞ്ഞ് അഭിനയിക്കുന്നതാണെന്ന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ സായി ചേട്ടൻ്റെ ഒന്നും പറയാനില്ല. അപ്പം നമ്മളെല്ലാം പണ്ട് തൊട്ടേ കണ്ട സീനിയർ ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ അത്രയും ദിവസം അവരും ഉണ്ടായിരുന്നു. ഒരുപാട് നേരം അവരുടെ കൂടെ പടം എന്താ പറയുക, അവരുടെ കൂടെ സെറ്റിൽ ചെലവഴിക്കാൻ പറ്റുന്നു, സിനിമ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. അത് പിന്നെ കല്യാണി വെൽക്കം ടു മലയാള സിനിമ. കല്യാണി അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. മധുബുദ് എന്ന സിനിമ നാളെയാണ് റിലീസ് ആകുന്നത്. ഒരുപാട് സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ സിനിമ നാളെയാണ് റിലീസ് ആകുന്നത്. ടെൻഷൻ ഉണ്ടോ, എക്സൈറ്റ്മെന്റ് ആണോ, എന്താണ് അവസ്ഥ? ഇല്ല, ടെൻഷനല്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ന്യൂട്രൽ സ്റ്റേജിലാണുള്ളത്. ഓക്കെ, അപ്പം ഇവരുടെയൊക്കെ കൂടെ, അതായത് ഷറഫുദ്ദീൻ്റെ കൂടെ കല്യാണി, സായികുമാർ, എല്ലാവരുടെയും കൂടെ അഭിനയിച്ചപ്പോഴല്ല സോറി എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും കൂടെ വർക്ക് ചെയ്തപ്പം വളരെ സന്തോഷം. അതായത് ഇപ്പം നമുക്ക് ആഗ്രഹിച്ച ആൾക്കാരെ തന്നെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെ തന്നെ സെറ്റിൽ ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പം ഹാപ്പിയാണ് എല്ലാം. താങ്ക് യു സോ മച്ച്. ഷർഫിക്കയോട് കഥ പറയാൻ പോയത് ആരായിരുന്നു? ഷർഫിക്കയോട് കഥ പറയാൻ പോയത് എങ്ങനെയായിരുന്നു ഫസ്റ്റ് കൺവിൻസ് ചെയ്തൊരു സിനിമയ്ക്ക് വേണ്ടി?
കൺവിൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതായത് ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഷറഫ് ഇങ്ങനെ കഥ പറയാൻ ചെന്ന ആൾക്കാരാണെന്നറിയാം, ജയ്യെ പരിചയമുണ്ട്. അപ്പം ഒരു ചായ കുടിയിൽ തുടങ്ങിയാണ്, 2 ദിവസം ചായ കുടിച്ചു. ആ 2 ദിവസത്തിനുള്ളിൽ കഥ പറഞ്ഞു. അപ്പം ആ കഥ കേട്ട സമയത്ത് തന്നെ ഷറഫ് ഭയങ്കരമായിട്ട് ഇന്നായിരുന്നു സിനിമയിൽ. പിന്നെ സിനിമ ഒരു 3 months കൊണ്ട് ഹാപ്പൻ ചെയ്തു. അതാണ് മധുവിധു. അതായത് എല്ലാം പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ, കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് അപ്പം സെറ്റ് ചെയ്യാൻ പറ്റി. ഷറഫിൻ്റെ എസ് കിട്ടിയോടെ അജിത് നായകൻ ഇന്നായി. അതുപോലെ തന്നെ ഈ മലയാള സിനിമയിലേക്ക് കലെടുത്ത് വെക്കുകയാണ് അല്ലേ കല്യാണി? അതുപോലെ തന്നെ അജിത് നായക പ്രൊഡക്ഷൻസും ബാബുട്ടൻ പ്രൊഡക്ഷൻസും ഇവരെ കൂടുതലുമാണ് ഈ സിനിമ ഓണാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത 2 ആൾക്കാർ. അതെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് കല്യാണി. ഡെബ്യൂ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ? ഡെബ്യൂ ആണ്. ഞാൻ എപ്പോഴും കല്യാണി പറയും, എൻ്റെ ഡെബ്യൂ കല്യാണി ഡെബ്യൂ. അപ്പം ഞങ്ങൾ 2 ഡെബ്യൂ പ്രൊജക്റ്റാണ്. അപ്പം കല്യാണി നന്നായിട്ടാണ്. ഞാനല്ല ഇപ്പം ആസ് എ ഡയറക്ടർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഫോർ കല്യാണി. എവറിത്തിങ് റൈറ്റ് സ്പേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡയറക്ടർ പറഞ്ഞ പോലെ ഇതിന്റെ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള മാളവിക കൃഷ്ണദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓൺ ബിഹാഫ് ഓഫ് ബാബുട്ടൻ ഫിലിംസ്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ബാബുട്ടൻ ഫിലിംസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രൗഡ് ഫീലോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേർപ്പസിന് വേണ്ടി ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. ആദ്യം തന്നെ മധുവിധു ഞങ്ങളുടെ ബാബുട്ടൻ ഫിലിംസിൻ്റെ ആദ്യത്തെ സിനിമയാണ് ആസ് കോ പ്രൊഡ്യൂസേഴ്സ്. അത് അജിത് വിനായക ഫിലിംസിൻ്റെ കൂടെ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ബ്രദർ പ്രദീപ് CS ഏട്ടനും പിന്നെ കൂടെ ഞാനുമായിട്ടാണ് നമ്മുടെ ഈ ബാബുട്ടൻ ഫിലിംസ് വന്നിട്ടുള്ളത്. അപ്പോൾ അജിത് വിനായക ഫിലിംസ് ബ്രദറിൻ്റെ ലൈക്ക് ക്ലോസ് ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും സ്പെഷ്യലാണ് ഈ മൂവി. ആൻഡ് ഇതിൻ്റെ കാസ്റ്റ് ഷറഫുക്ക, ഞാൻ ഈ പടം കണ്ടത്. അപ്പോൾ ഷറഫുക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജസ്റ്റേഴ്സ് മാനറിസംസ് ഒക്കെ ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ആ ഒരു ചാം ത്രൂ ഔട്ട് ഈ മൂവിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് കല്യാണിയുടെ ഡെബ്യൂ മൂവിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്, ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചായിരുന്നു. അപ്പോൾ കല്യാണിയും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. ഞാൻ ആദ്യത്തെ ഡേയിൽ പോയപ്പോൾ തന്നെ ഞാനിങ്ങനെ അന്തം വിട്ടു പോയി. എങ്ങനെയാണ് ഒരു എക്സ്പ്രഷനിൽ നിന്ന് അടുത്ത എക്സ്പ്രഷനിലേക്ക് ഇത്ര സീംലെസ്ലി ഇങ്ങനെ പോകുന്നത്. ഇതെല്ലാം കാണാനും ഭാഗ്യമാണ്. നമുക്കിതിലൊരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് അസീസ്ക വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ അസീസ്ക, അതുപോലെ നമ്മുടെ സഞ്ജു ചേട്ടൻ, യൂട്യൂബ് റൂൾ ചെയ്യുന്ന ആൾക്കാരാണ് സഞ്ജു ചേട്ടൻ, ലക്ഷ്മി ചേച്ചി. അപ്പോൾ സഞ്ജു ചേട്ടനും ഗംഭീര പ്രകടനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് ഒരുപാട് പേരുണ്ട്. അമ്മലൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോൾ ക്രൂ ഒരു സിനിമയാക്കുന്ന, പിന്നെ റൈറ്റേഴ്സ് ഡെഫിനറ്റ്ലി ബിപിൻ ചേട്ടൻ, ജയ്മോഹൻ ചേട്ടൻ, അവരുടെ ആ ഒരു സ്ക്രിപ്റ്റ് അതിനെ ഗംഭീരമായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഷ്ണു ചേട്ടൻ. സൈസ് ഞാൻ വരാൻ പോവാ. സൈസ് ചേട്ടൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സോറി. സത്യം പറഞ്ഞ ലൈറ്റ് അടിച്ച് അങ്ങോട്ട് പകുതി കാണുന്നില്ല. പിന്നെ നല്ല ടെൻഷനോടെ ഞാൻ ഇവിടെ നിൽക്കുന്നു, അതുകൊണ്ട് വിട്ടുപോയതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ സായികുമാർ സാർ, ബിന്ദു പണിക്കർ ചേച്ചി, സോറി വിട്ടുപോയതിന്. ആക്ച്വലി കയ്യും കാലൊക്കെ വിറക്കുന്നുണ്ട്, പക്ഷെ ഞാനിത് കാണിക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഹീലൊക്കെ ഇട്ടിട്ട്. സോറി, ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ അവര് പിന്നെ സ്ക്രിപ്റ്റ് ഡയറക്ഷനൊക്കെ പറഞ്ഞില്ലേ, എല്ലാം പറഞ്ഞില്ലേ? ഇനി നമ്മൾ ഈ ലിസ്റ്റിൽ ഉള്ളവർ മാത്രമല്ല കേട്ടോ ഒരു സിനിമയാക്കുന്നത്. അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. സോ എല്ലാവരെയും ഈ ഒരു നിമിഷത്തിൽ ഞാൻ താങ്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മുന്നിലേക്കാണ് നമ്മുടെ ഈ സിനിമ എത്തുന്നത്. മധുവിധു ഒരു ഫൺ റൈഡ് തന്നെയാണ്. എല്ലാം ഉണ്ട്, ലവ് ഉണ്ട്, ഫാമിലി ഡ്രാമ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം ഉള്ളൊരു ഫൺ റൈഡ് തന്നെ ആയിരിക്കും മധുവിധു. അപ്പോൾ നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. തിയേറ്റർ തന്നെ പോയി കാണണം. ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ OTT വരില്ലെന്ന് വിചാരിച്ച് തിയേറ്ററിൽ പോകാതിരിക്കാതെ എല്ലാവരും തിയേറ്റർ തന്നെ പോയി കണ്ട് നമ്മുടെ മധുവിധുവിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഓൾസോ താങ്കിങ് ചെയർമാൻ ഓഫ് ആർട്സ് ഫിലിം അഹമ്മദ് ഗോൾഷൻ. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കല്യാണി, മാളവിക, അന്ന, ഈ ഒരു കോമ്പിനേഷൻ സോഷ്യൽ മീഡിയ റോൾ ചെയ്തൊരു കോമ്പിനേഷനാണ്.
അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഡെബ്യൂ സിനിമയാണ്. എങ്ങനെയുണ്ട് ആക്ട്രസ്? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കല്യാണി വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. ആസ് എൻ ആക്ടർ, ആസ് എ ഡാൻസർ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. കല്യാണിയുടെ ഒരു ബെസ്റ്റ് തന്നെ ഈ മൂവിയിൽ കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണൂ, നാളെ കാണുമ്പോൾ അറിയാലോ. മാളവിക ഒരു ഡാൻസറാണ്. സോ ഡാൻസറിൽ നിന്നും പ്രൊഡ്യൂസറിലേക്കുള്ള ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അവിടെ പോയി ഇരുന്നു. ജേർണി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏട്ടൻ, മൈ ബ്രദർ പ്രദീപ് CS, ആളുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ബാബുവേട്ടൻ ഫിലിംസ്. ബാബുവേട്ടൻ എന്നുള്ളത് എൻ്റെ അച്ഛനെ നാട്ടിൽ വിളിച്ചിരുന്ന പേരാണ്. അപ്പോൾ അച്ഛൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത് മൂപ്പറൊരു ഡ്രീമായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു സോ വളരെ താങ്ക് യു. കുറച്ച് നിങ്ങളുടെ ഡാൻസ് ചെയ്യിപ്പിക്കട്ടോ. അടുത്തായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർട്ടിസ്റ്റാണ് അസീസിക്ക. ഒരുപാട് സന്തോഷം. കാരണം നാളെ ഞങ്ങളുടെ സിനിമ റിലീസാവുകയാണ്. ടെൻഷനാണ് സത്യം പറഞ്ഞത്. കാരണം ഈ 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും. പക്ഷേ ഞങ്ങൾക്ക് ടെൻഷനാണ്. പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും ഇത് കൂളായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ ഉള്ളൊരു കാലഘട്ടങ്ങളാണ്. പക്ഷേ ഇനി എത്ര പ്രൊമോഷൻ ചെയ്താലും ഭയങ്കര താരങ്ങളില്ലെങ്കിലും ആ പടത്തെ വിജയിപ്പിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്. അത് നമ്മൾ മലയാളി പ്രേക്ഷകരായ നിങ്ങൾ ആരെയും പറ്റിക്കാൻ പറ്റില്ലെന്നുള്ള ഒരൊറ്റ തെളിവാണ് ചെറിയ സിനിമകൾ ഇപ്പോൾ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളും ഒരു സിനിമ കൊണ്ടിറക്കിയാണ്. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് സിനിമയെ കണ്ടിട്ട്, എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ എങ്കിൽ പോലും പരീക്ഷ എഴുതിയാലും മനസ്സിൻ്റെ ഉള്ളിൽ ടെൻഷൻ കാണില്ല. എത്ര മാർക്ക് കിട്ടും എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. മാർക്ക് തരേണ്ടത് നിങ്ങളെല്ലാവരുമാണ്. ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതൊരു നല്ല ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരത്തില്ലെന്ന് 99% ഞാൻ ഉറപ്പ് തരുന്നു. 100 തരുന്നില്ല, 99% ഉറപ്പ് തരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളില്ലാതെ ഞങ്ങൾ ആരുമില്ല എന്ന് ഉറച്ചു പറയുകയാണ്. എല്ലാവരും സഹകരിക്കണം. ഈ നിൽക്കുന്ന എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ബാക്കിയുള്ള എല്ലാവരും പിന്നെ കാണണം കേട്ടോ. കാണോ ഒരു കൈയടി. കാണൂലേ? ഒരു കൈയടി പ്ലീസ്. താങ്ക് യു. കാണാം കേട്ടോ. താങ്ക് യു ഒരുപാട്. അസീസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെ, ഷർഫുദ്ദീൻ്റെ കൂടെ? കല്യാണിയുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്. സായി കുമാർ, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തപ്പോൾ? എനിക്ക് ഞാൻ പറയാം, ഞാൻ ഇതിനകത്തൊരു സീനുണ്ട്. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സായി ചേട്ടൻ്റെ മുഖത്ത് നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് എന്താണെന്ന് അറിയില്ല, ആ സീനിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. അവസാനം ഡയറക്ടർ വിഷ്ണു എന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് ചെയ്യുമോ, കുഴപ്പമില്ല, സായി ചേട്ടനല്ലേ. സാധാരണ നിൽക്കുമ്പോൾ സായി ചേട്ടൻ തന്നെയാണ്. പക്ഷേ പുള്ളി ക്യാരക്ടർ എഴുതി കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല സത്യം പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ഐഡിയപരമായിട്ട് പുള്ളിയുടെ മുഖത്തൊക്കെ നോക്കാതെ ഞാൻ വേറെ എവിടെയൊക്കെ നോക്കി. അത് എന്താണെന്നറിയില്ല. പിന്നെ രണ്ടാമത് സാറ് ജഗദീഷ് സാറ് എൻ്റെ അറിയാലോ, ഞാനൊക്കെ കോമഡി സ്റ്റാർ വരുമ്പോൾ എൻ്റെ ജഡ്ജായിരുന്നു. ഇപ്പോൾ കുറേ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മിമിക്രിയിൽ നിന്നും സാറിൻ്റെ കൂടെ. പിന്നെ ഞാൻ സാറിൻ്റെ കൂടെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ത്രൂ ഔട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റാണ് പടം ചെയ്യുന്നത്. അത് സാറിൻ്റെ അനുജനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒരുപാട് സന്തോഷം. പിന്നെ ഷറഫ്, കല്യാണി, തുടക്കം കല്യാണി, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സിനിമയാവും എന്ന് തന്നെയാണ് ഒരു പോസിറ്റീവ് ശരീരത്തിലുണ്ട്. എല്ലാവരും നാളെ വധുവിധു എന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ചേട്ടാ പോകുന്നതിന് മുന്നേ ഒരു പാട്ട് പാടിയിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഞാനല്ല ഈ സിനിമയിൽ പാടിയത്. അല്ല, എന്നാലും ചേട്ടൻ ഒരു പാട്ട് പാടും. കാരണം ഒരുപാട് ആളുകൾ എന്നെ request സിനിമ കാണാൻ നിൽക്കുന്ന ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കും. ഇവിടുന്ന് പാടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് വളരെ ഈ പാട്ടായിട്ട് ആൾക്കാർ സിനിമ കാണൂല, അതാണ്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓ താങ്ക് യു. കൈയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് ആക്ടേഴ്സ് ഹു ക്രിയേറ്റ് കോണ്ടന്റ്. കൺഗ്രാറ്റുലേഷൻസ് മാൻ സഞ്ജു. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടൊരു പരിചയമുള്ള എന്നെ. അപ്പം ഇതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല.
സായി ചേട്ടൻ്റെ കൂടെയും ജഗദീഷ് ചേട്ടൻ്റെ കൂടെയും പിന്നെ ചേച്ചിയുടെ കൂടെയും ചെയ്യാൻ പറ്റിയൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ അസീസിക്ക് ഞാനോട് നല്ലൊരു കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ തന്ന അതേ സപ്പോർട്ട് നിങ്ങൾ സിനിമയിലും തരണം. താങ്ക് യു. ഈ മൊബൈൽ ഫോണിലാണല്ലോ നിങ്ങൾ തുടങ്ങിയത് എല്ലാവരും അല്ലേ? അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു ഫിലിം ക്യാമറയിൽ വരിക, അതും ദാറ്റ് ടു ഈ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ വരിക, ഒരു ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത്? എൻ്റെ ഫസ്റ്റ് ഷോട്ട് ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. സീന് പറയാൻ പറ്റത്തില്ല. ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ സീന് സിനിമയിൽ. എന്തായിരുന്നു ആ സീൻ? ആക്ഷൻ വിളിക്കുന്നതിന് മുമ്പ് ഒരു മനസ്സിൽ എന്തായിരുന്നു? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്യുന്ന പോലെ അല്ലല്ലോ സിനിമയിലെ ചെയ്യുന്നത്, ഒരു വേറൊരു രീതിയിലാണ് ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നത്. അനുശ്രീയ, യെസ്, വെൽക്കം ടു മലയാളം സിനിമ. താങ്ക് യു. പ്ലീസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ വന്നതിന്. ആൻഡ് ഇത് എൻ്റെയും ഫസ്റ്റ് മൂവിയാണ്. ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും. ലൈക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വിഷ്ണു ചേട്ടൻ, പിന്നെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അജിത് വിനായകൻ, ബാബുട്ടൻ ഫിലിംസ്, പിന്നെ റൈറ്റേഴ്സ് ജയ് ചേട്ടൻ, ബിബിൻ ചേട്ടൻ, പിന്നെ കൂടെ വർക്ക് ചെയ്ത ഷറഫക്ക, കല്ലു, സായങ്കിള്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഫസ്റ്റ് പടം അത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ഞാൻ ഒരുപാട് പ്രൗഡോടെ കൂടിയും കുറച്ച് ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ വെയിറ്റ് ചെയ്യുവാണ് നാളത്തെ ഒരു ദിവസം കാണാൻ. ആക്ച്വലി ഞാൻ പടം കണ്ടിട്ടില്ല. നാളെയാണ് ഞാനും ഫസ്റ്റ് ടൈം കാണാൻ പോകുന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നാളെ എന്തായാലും എല്ലാവരും പടം കാണണം. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തപ്പോൾ? ഹായ്, എൻ്റെ പേര് കൗമുദി. നേരത്തെ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും ഇത് ഏതാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്ന്. ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ അല്ല, ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്. കുറച്ച് നാടകം പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സിനിമ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ പോലത്തെ ഒരാളും കൂടിയാണ്. അങ്ങനെ ഓഡിഷൻ വഴി ഈ സിനിമയിലേക്ക് വന്നു. ഇതിൽ മിലി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ക്യാരക്ടർ കല്ലു ചേച്ചിയുടെ അനിയത്തിയായിട്ട് ചെയ്യാൻ എനിക്കുള്ളൊരു വലിയ ഭാഗ്യം സാധിച്ചു. എൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ സായി സാറ്, ജഗദീഷ് സാറ്, ബിന്ദുമ്മ, ഷറഫുക്ക, അസീസ്ക, കല്ലു ചേച്ചി തുടങ്ങി ഇത്രയും വലിയൊരു നിരയുടെ കൂടെ ആ ക്യാമറേൻ്റെ മുന്നിൽ നിന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കിളിയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ തിയേറ്ററിൽ പടം വരുമ്പോൾ എന്നെ ഒന്ന് സ്ക്രീനിൽ കാണാൻ, എല്ലാവരുടെയും കൂടെ കാണാൻ, ആ സിനിമ ഒരു വലിയ വിജയമാണെന്ന് അറിയാൻ എല്ലാവരെയും പോലെ ഞാനും ഒരുപാട് പ്രതീക്ഷയിലാണ്, ഒരുപാട് സന്തോഷത്തിലാണ്. നമ്മുടെ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ. എനിക്ക് ഈ ഒരു സിനിമയിൽ അവസരം തന്ന വിഷ്ണു ചേട്ടൻ, ബിബിൻ ചേട്ടൻ, ജയ് ചേട്ടൻ എല്ലാവരോടുമുള്ള ഒരു താങ്ക്സും കൂടെ ഈ ഒരു സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പോകുന്നതിന് മുമ്പ് സഞ്ജുവിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ നമ്മുടെ ഇടയ്ക്കുണ്ട്, ലക്ഷ്മി എവിടെ? അവിടെ ഇരുന്ന ഹസ്ബൻഡ് സംസാരിക്കുന്ന വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, കോൺ, നല്ലൊരു കൈ ലക്ഷ്മിക്ക്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ടിക്ടോക്കിലൂടെയൊക്കെ അല്ലെ റീൽസിലൊക്കെ അങ്ങനെയായിരുന്നു തുടക്കം. നല്ല രസമുണ്ട് ഇവരുടെ വീഡിയോ ഒക്കെ കാണാൻ. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. നിങ്ങൾ നല്ല സബ്സ്ക്രൈബേഴ്സും ഒക്കെയുള്ള നല്ല രസമാണ് ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു പെയറും നിങ്ങളുടെ ആ ഒരു കപ്പിൾ വീഡിയോ ഒക്കെ കാണാനായിട്ട്. ലക്ഷ്മി, എന്ത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. പക്ഷെ എന്നാൽ കൂടി എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു 6-7 വർഷം മുന്നേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയത് തന്നെ സഞ്ജയൻ്റെ ബാച്ചിന് വേണ്ടിയിട്ടാണ്. സഞ്ജയന് ഭയങ്കര ആഗ്രഹമായിരുന്നു മൂവി ചെയ്യണമെന്ന്. കുറേ അലഞ്ഞിട്ടുണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റ് വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ കാലക്രമേണ ഓരോരുത്തരെ കണ്ടു, അവരുമായിട്ട് നമ്മൾ ഭയങ്കര ആത്മബന്ധം എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പം ജയിച്ചേട്ടനാണെങ്കിലും ബിബി ചേട്ടനാണെങ്കിലും എല്ലാവരും അവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടി ഇപ്പോൾ ഒരു മൂവി ഉണ്ട്. സഞ്ജയൻ ഇപ്പോൾ കുറച്ച് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഈ ഒരു ലോഞ്ച് പോലൊരു ഫംഗ്ഷനൊക്കെ വരുന്നത് ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സിനിമ കണ്ടു തുടങ്ങിയത് തന്നെ ഇത്രയും വലിയ ലെജൻസായ സായികുമാർ സാർ, ജഗദീഷ് സാർ, ഇവരുടെയൊക്കെ സിനിമ കണ്ടിട്ടാണ് ഇതിനോടൊരു മോഹം തുടങ്ങിയത്. അവരുടെ ഒരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷം.
ഷർഫുഖ. ഞാൻ രണ്ടാമത്തെ സിനിമയാണ് ഷർഫുഖയുടെ കൂടെ ചെയ്യുന്നത്. താങ്ക് യു ഷർഫുഖ. എന്തായാലും ഈ സിനിമ എല്ലാവരും ഫാമിലിയുടെ കൂടെ തന്നെ തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു സിനിമയായിരിക്കും. ഞാനിതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വിജിത, സെയിം പ്രൊഫഷൻ ആണ്. വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. RJ യിൽ നിന്നൊരു ആക്ട്രസിലേക്ക് മാറുന്നു. ഹൗ ഡു യു ഫീൽ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെയും ഇങ്ങനെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. ഗുഡ് ഈവനിങ് ഓൾ. ഈ സിനിമ നാളെ റിലീസ് ആവുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റും എനിക്കും ഉണ്ട്. ഇതിനെപ്പറ്റി ഞാൻ എന്താ പറയുക, ഈ സിനിമയിലേക്ക് എൻട്രി ആയതിനു ശേഷം കുറേ ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഡയറക്ടറാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് നമ്മൾ ചെയ്തൊരു കഥാപാത്രം എന്നുള്ളത് മാത്രമല്ല, ഈ മൊത്തം സിനിമ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സിനിമയാണെന്നുള്ളൊരു ഫീലാണ്. ഇവരിനി നാളെ ചെയ്യുന്ന ഏത് സിനിമയാണെങ്കിലും നമുക്കതൊരു അയ്യോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സിനിമയാണ്, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി ഫീൽ തരാൻ പറ്റിയ ഒരു മൂവിയാണ്. ത്രൂ ഔട്ട് ഒരുപാട് എൻജോയ് ചെയ്ത സിനിമയും കൂടിയാണ്. ഫസ്റ്റ് ഡേ ഞാൻ ഷൂട്ട് തുടങ്ങിയിട്ട് ഞാൻ ജോയിൻ ചെയ്ത ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ജഗദീഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഒരു പച്ച ഷർട്ടൊക്കെ ഇട്ട് ജഗദീഷ് ചേട്ടനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് നുള്ളിയൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും സീനിയേഴ്സിനെയൊക്കെ നമ്മുടെ ആ സിനിമയുടെ ഭാഗമാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും സായി സാറിൻ്റെ കാര്യത്തിലാണെങ്കിലും ബിന്ദു ചേച്ചി ആണെങ്കിലൊക്കെ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം എപ്പോഴും കണ്ട് നമുക്ക് അങ്ങനെയൊക്കെ അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയ ഫീല്, ഷറഫു അതുപോലെ തന്നെ കല്യാണി ഇവരൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് കടന്നു പോയൊരു സിനിമയാണ്. ഞാനും ഈ സിനിമ നല്ല വലിയൊരു സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അത്രയും ഒരു പ്ലസൻറ്റ് ഫീല് എല്ലാവർക്കും തരുന്നൊരു സിനിമയായിരിക്കും മധുവിധു. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എത്ര വലിയ സിനിമ എത്ര ബഡ്ജറ്റിൽ ചെയ്താലും എത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിലും ഓഡിയൻസ് ആണ് ദ കിങ്. ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ ആണ് ഞങ്ങളെ ഒരു സിനിമയിൽ വേണോ, ഞങ്ങളുടെ ഭാവി എന്താണെന്ന് നിശ്ചയിക്കുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും ഈ സിനിമ കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയാം. മധുവിധു നാളെ റിലീസ് ആവുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ എത്താൻ പറ്റിയത് തന്നെ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ആദ്യമേ ഞാൻ നന്ദി പറയുന്നത് ഇതിൻ്റെ ഡയറക്ടർ വിഷ്ണു സാറിൻ്റെ അടുത്താണ്. ഇതിലേക്ക് ഞാൻ വരുന്നത് ടിനു പാപ്പച്ചൻ സാറിൻ്റെ പടം നീണ്ടുപോയി. ആ സമയത്ത് എൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ സാറിന് എൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അയച്ചു കൊടുത്തു. അപ്പോൾ സാറിനെ കാസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജീവിതമാണെന്ന് വിശ്വസിക്കുന്ന എൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം നാടകം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് സാർ എന്നെ കാസ്റ്റ് ചെയ്തത്. വളരെ സന്തോഷം സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ സായികുമാർ സാറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്, ബിന്ദു ചേച്ചിയെ കാണുന്നത്. ജഗദീഷ് സാറിൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തേത് ത്രൂ ഔട്ടുള്ളൊരു വേഷമായിരുന്നു, ഭാര്യ കഥാപാത്രം. ഇതിലത്തെ കാര്യം ഞാൻ പറയുന്നില്ല, എല്ലാവരും സിനിമ കാണണം. പിന്നെ അതുപോലെ നമ്മുടെ ഷറഫ് ആദ്യമായിട്ടാണ് ഷറഫിൻ്റെ കൂടെ, അസീസ് ഭായ്, എല്ലാവരുടെ കൂടെയും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വളരെ സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ആ ഒരു 6 മാസത്തിലോട്ട് എത്താൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും ഹാർഡ് വർക്കും എല്ലാം തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഇതിൻ്റെ ഡയറക്ടർ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഫാമിലി ഡ്രാമയാണ്. അതിൽ എല്ലാ രീതിയിലുള്ള ഹ്യൂമറും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റും ചേർത്താണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ബിബിനും ജയവിഷ്ണുവും ഇത് സ്ക്രീൻ പ്ലേ ഒരുക്കിയിരിക്കുന്നത്. ഷറഫുദ്ദീനും കല്യാണിയുമാണ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് അഭിനയിച്ചിരിക്കുന്നത്. നായികയും നായകനുമായി അഭിനയിച്ചിരിക്കുന്നത്. കല്യാണിയുടെ ആദ്യത്തെ പടമാണ്. സോ ഒരു സ്പെഷ്യൽ ഓൾ ദി ബെസ്റ്റ്. ഇവരോട് രണ്ടുപേരോടും കൂടെ മലയാളികൾ എന്നും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സും കൂടെ ചേരുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റ്. അവരോടൊക്കെ ഒപ്പം ഇതിലൊരു ചെറിയ കഥാപാത്രം അഭിനയിക്കാനുള്ള അവസരം എനിക്കും ലഭിച്ചു. എനിവേ ഈ സിനിമ വെക്കേഷൻ കാലഘട്ടത്തിൽ ഫാമിലിയോടൊപ്പം കുട്ടികളും കൂടെ ചേർന്നിട്ട് സിനിമ തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ ഇതിനെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. സോ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക, എൻജോയ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു. അനേകം കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച, ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരും ഫേവറേറ്റ്, വൺ ഓഫ് ദി വേഴ്സിറ്റൈൽ ആക്ടർ മലയാളം സിനിമ ഹാസ് എവർ സീൻ, നമ്മുടെ സ്വന്തം ജഗദീഷ് ഏട്ടൻ. വെൽക്കം ടു ദ സ്റ്റേജ്. ജഗദീഷ് ഏട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ, അതായത് 90s കിഡ്സിന്റെയൊക്കെ ചെറുപ്പകാലം മനോഹരമാക്കിയതിൽ ഒരു പങ്ക് എന്തായാലും ജഗദീഷ് ഏട്ടൻ എന്നുള്ളതാണ്. വെൽക്കം. ആദ്യം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് ഇൻ്റർവ്യൂസിൽ എന്നോട് ചോദിച്ചു, ഈ സിനിമയിൽ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ ഇതിലെ നായകനാകുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ കാര്യം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരായ നായകന്മാരിൽ ഒരാളാണ് ഷറഫുദ്ദീൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചേക്കാം. ഷറഫുദ്ദീൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അദ്ദേഹം ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ, സപ്പോർട്ടിംഗ് റോൾസ് ചെയ്യുമ്പോൾ കട്ട വില്ലൻ ചെയ്യും, ഇമോഷണൽ റോൾസ് ചെയ്യും, സെന്റിമെന്റൽ റോൾസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നായകനായി ഷറഫുദ്ദീൻ വരുമ്പോൾ അതിൽ കോമഡി ഉണ്ടാവും, മിനിമം ഗ്യാരണ്ടി കോമഡി. അത് ഈ മധുവിധുവിലുമുണ്ട്. ഇപ്പം ഞാൻ വിഷ്ണു എന്നെ വിളിച്ച് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ആരാണ് നായകൻ? ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീൻ്റെ ഡേറ്റ് കൺഫേം ആണോ? കൺഫേം ആണ്. എങ്കിൽ കഥ പിന്നെ കേൾക്കാം, എൻ്റെ ഡേറ്റ് ഓക്കെ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്വാർത്ഥത പറയാം, ഹീറോയുടെ ഷോൾഡറിലാണ് ഏറ്റവും കൂടുതൽ ഭാരം. അതുകൊണ്ടാണല്ലോ അയാൾ ഹീറോ. ഞാനും കുറച്ച് പടങ്ങളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചാണല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ഷറഫുദ്ദീൻ ഷോൾഡർ ചെയ്യുന്നു. ഒരുപാട് പ്രാവശ്യം അവർ സിറ്റിംഗ്, അവർ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ബിബിൻ ആയിരുന്നിരുന്നാലും ജയവിഷ്ണു ആയിരുന്നാലും ഷറഫിൻ്റെ ഫ്രണ്ട്സാണ്. അവർ ഫ്രണ്ട്സായിട്ട് പോലും ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ വിഷ്ണു അരവിന്ദുമായിട്ടിരുന്ന് ഒരുപാട് റൗണ്ട് ഓഫ് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഞാൻ ഷൂട്ടിംഗ് ഏരിയയിൽ ചെല്ലുന്നത്. എൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിലേക്ക് ഒരു കോൺട്രിബ്യൂഷനൊന്നും ഈ ചിത്രത്തിലില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ വെൽ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഭിനയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടുവരുന്ന കുറച്ച് കോമഡികളുണ്ട്. ഇപ്പം തന്നെ വാഴ 2 സൂപ്പർ ഹിറ്റാണ്. അതേപോലെ തന്നെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിലെ എൻ്റെ പെർഫോമൻസിന് എനിക്ക് കിട്ടിയ ആ റെക്കഗ്നീഷന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുക. അതിൽ നിന്നും വേറെ വ്യത്യാസമുള്ള ഒരു റോളാണ് ഇതിലെ റോള്. രാജ്കുമാർ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഷറഫുദ്ദീൻ്റെ അച്ഛനാണ്. കോമഡി സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. അത് അത്രയും ഞാൻ ധൈര്യമായിട്ട് പറയാം. കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. നാളെ നിങ്ങൾ ചിത്രം കാണുമ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഉറപ്പിക്കാനുള്ള അവസരമാണ്. ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ താഴെ എഴുതാം, പറഞ്ഞതല്ല കണ്ടത്. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല. ഇതിനകത്ത് അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും ഉണ്ട്. ചിരിക്കാൻ നല്ല മുഹൂർത്തങ്ങൾ കുറേ ഉണ്ടാവും. ഇനി സാധാരണ ഇതിൽ ഇവിടെ ഹേമന്തും വിസ്മയും അവരാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. പ്ലീസ് കം, പ്ലീസ് കം. ഹേമന്ത് ആൻഡ് വിസ്മയ, കൈയ്യടി കൊടുക്കൂ. Thank you so much, sir. It's a privilege. ഹേമന്ത് ആൻഡ് വിസ്മയ, മധുവിധുവിൽ എന്താണ് ഇത്ര പ്രത്യേകത നിങ്ങൾ കാണുന്നത്? പ്ലീസ്. മധുവിധയിൽ ഞാൻ കാണുന്ന പ്രത്യേകത, ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ഷാറുഖിയുടെ കോമഡി സിനിമകൾ. ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കോമഡി സിനിമകൾ. അദ്ദേഹം വളരെ വെർസറ്റൈൽ ആക്ടറാണ്. അഞ്ചാം പാതിര ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഭരതനാവട്ടെ, വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്. പക്ഷെ എന്നാൽ പോലും റൈറ്റ് ആൻസർ കൈയ്യടി കൊടുക്കൂ. ഓക്കെ വിസ്മയ, എന്താണ് മധുവിധുവിൽ പ്രതീക്ഷ? എന്താണ് കാണുന്നത്? മധുവിധുവിൽ പ്രതീക്ഷ തന്നെ ഷറഫിക്ക, ജഗദീഷ് ഏട്ടൻ, സായി കുമാർ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിനിമ. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കോമഡി പ്രതീക്ഷിക്കുന്നുണ്ട്. കോമഡി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള ഉത്തരവാണ്. മാർക്ക് കൊടുത്തേക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരുടെ റോള് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഞാനൊന്ന് ചെയ്യാണ്. വിത്ത് യുവർ പെർമിഷൻ. വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഞാനൊരു കലാകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് അദ്ദേഹം സിനിമയിൽ വന്ന ആദ്യത്തെ ഒരു ഷോട്ട് ഉണ്ട്. അതായത് ഒരു ലോങ് കോട്ടൊക്കെ ഇട്ടിട്ട്
ഇങ്ങനെ വരികയാണ്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് ഇൻട്രൊഡ്യൂസിംഗ് സായ് കുമാർ എന്ന് കാണിച്ചപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. യെസ്, with a big round of applause, ladies and gentlemen, please welcome Sai Kumar, the one and only Sai Kumar, please. Sai Kumar mic കൊടുക്കൂ. Yes, Sai. നമുക്ക് ഇരിക്കല്ലേ? ഇത് എല്ലാവരും ഇരിക്കൂ. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ കണക്കാക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. സായി എന്നോട് ചോദിക്കാനുള്ള എല്ലാം സായിക്ക് ചോദിക്കാം, ഞാൻ സായിയോട് ചോദിക്കാനുള്ള എല്ലാം ഞാനും ചോദിക്കാം. ജഗദീഷ്, ഞാനൊരു കാര്യം ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഒരുപാട് കോമഡി ഇതുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് വളരെയേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ വന്നിട്ടുള്ള സിനിമകളിൽ കാണുന്ന തരം കോമഡിയിൽ നിന്ന് ഈ മധുവിധു എന്താണ് വ്യത്യസ്തമായി മാറുന്നത്? ഓക്കെ, നല്ല ചോദ്യം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മധുവിധു സാധാരണ കോമഡി ചിത്രങ്ങളിൽ നിന്നും എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ ഡിഫറെന്റ് ആണ് എന്നാണ് സായി ചോദിക്കുന്നത്. ഞാൻ വ്യക്തമായ ഉത്തരം തരാം. ഒന്ന്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈൻ അല്ല മധുവിധുവിനുള്ളത്. ട്രെയിലർ കണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ആ രീതിയിലല്ല കഥ മൂവ് ചെയ്യുന്നത്. ഇത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒന്ന്. രണ്ട്, ഫാമിലി അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സിനിമ റിവ്യൂവേഴ്സ് പലപ്പോഴും യൂട്യൂബേഴ്സും കാര്യങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഫീൽ ഗുഡിനെ ഇപ്പൊ ചെറുതായി കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് ഫീൽ ഗുഡ് ഒതുക്കി നിർത്തണ്ട, ഇത് ഫാം കോം ആണ്, ഫാമിലി കോമഡി. ഓക്കെ, അതാണ് ഡിഫറൻസ്. അടുത്ത ചോദ്യം. ഇല്ല, അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈ കഥാപാത്രങ്ങളെ ഒരു രീതിയിൽ നിന്ന് അടുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അതില് എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ടോ? അതിപ്പോ ഒരു അല്ലാത്ത രീതിയിൽ നിന്ന് പോകുന്നത് അല്ല. എല്ലാ കഥാപാത്രങ്ങൾക്കും, ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ആദ്യ മധ്യാന്തമുണ്ട്. അതോടൊപ്പം മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് സായിയുടെ കണ്ണ് വെച്ചൊരു എക്സ്പ്രഷൻ ഉണ്ട്. ചുമ്മാ അല്ല അസീസ് പേടിച്ചത്. അപ്പോ മാർക്കോസിന്റെ ആ പവർ ഇത് സായികുമാർ മാത്രം ചെയ്യേണ്ട വേഷമാണ് എന്ന് നമുക്ക് തോന്നും. ഷറഫുദ്ദീന്റെ വേഷം കണ്ടാൽ ഷറഫുദ്ദീനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് തോന്നും. കല്യാണിയുടെ വേഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, കൊള്ളാമല്ലോ, മലയാള സിനിമയ്ക്ക് ഒരു നല്ല നായികയെ കിട്ടിയിട്ടുണ്ടല്ലോ. അതാണ് ഇതിന്റെ അസീസിന്റെ നല്ല കോമഡി. അസീസിനെ സംബന്ധിച്ചിടത്തോളം അസീസിന്റെ വളർച്ചയുടെ ഗ്രാഫ് ഞാൻ വളരെ അഭിമാനത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. അസീസിന്റെ സെലക്ഷൻ ഓഫ് റോൾസ്, ആ കണ്ണൂർ സ്ക്വാഡിലൊക്കെ അസീസിന്റെ ഇമോഷൻസ് ഒക്കെ എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതില് അത്തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്, അസീസിന്റെ കോമഡി ഉണ്ട്. അതെല്ലാം സംവിധായകനും തിരക്കഥാകൃത്തും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ വേറൊരു സസ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്തൊരു ക്യാമിയോ, ചെറിയ ഒരു വേഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു പണിക്കർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരൊറ്റ സീൻ കണ്ടാൽ, ഞാൻ ഇന്ന് പറയുന്നു, നാളെ നിങ്ങൾക്ക് കാണാം, ആ ഒരൊറ്റ സീൻ നോക്കിക്കോളൂ. അതില് ബിന്ദു പണിക്കർ ഇട്ടിട്ടുള്ള ചില എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അത് തീർച്ചയായിട്ടും ചിരി ഉണർത്തും. എക്സ്പീരിയൻസ്, അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് ദർശിക്കാൻ കഴിയും. ബിന്ദു പണിക്കർ പ്ലീസ് വരൂ. അദ്ദേഹത്തിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഞാൻ പെട്ടെന്ന് മാറി തരാം. ഹേമന്ത് വിസ്മയ പ്ലീസ്. എന്താ പറയാ, എല്ലാവരും പോലെ തന്നെ സന്തോഷം. പിന്നെ ഷർഫിൻ്റെ കൂടെ ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉള്ളതിൽ ഒരുപാട് സന്തോഷം. चाहे पड़े मिट जाना ओ साथी रीत की रीत निभाना. താങ്ക് യു. എനിക്ക് ഷറഫുദ്ദീനെ ക്ഷണിക്കണം എന്നുണ്ട്, പക്ഷേ ആങ്കേഴ്സിന് വിഷമാവും. വെൽക്കം ടു ദ ഷോ, വെൽക്കം ടു സ്റ്റേജ് ആൻഡ് വെൽക്കം ടു മലയാളം സിനിമ കല്യാണി. നല്ലൊരു കൈയടി പോരാ, കം ഓൺ. കല്യാണിയുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്, അതും അച്ഛൻ്റെ ഒപ്പമുള്ള മൂവിയാണ്. എന്താ ടെൻഷൻ ഉണ്ടോ നാളെ റിലീസ് ആവുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഇപ്പോൾ നിൽക്കാൻ സാധിച്ചതിൽ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലത്ത് തന്നെ, കൊച്ചിയിൽ തന്നെ ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റുക, അതും എൻ്റെ ആദ്യത്തെ സിനിമ. ഒരുപാട് സ്വപ്നം കണ്ട ദിവസമാണ് നാളെ.
ഇന്ന് രാവിലെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവരെല്ലാവരും ഭയങ്കര കൂളായിട്ട് സംസാരിച്ചു. എനിക്കാണെങ്കിൽ സത്യമായിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല. ഇന്ന് രാവിലെ തൊട്ടൊരു എനിക്ക് പോലും ഡീകോഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെ വന്നാലും എന്താ പറയുക, ഒരുപാട് സ്വപ്നം കണ്ട് ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ആൻഡ് മധുവിധു നല്ലൊരു കോമഡി എൻ്റർടൈനർ ആയിരിക്കും. എല്ലാവർക്കും തിയേറ്ററിൽ പോയി ചിരിച്ച് സന്തോഷിച്ച് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് അജിത് വിനായക ഫിലിംസ്, ബാബുവേട്ടൻ ഫിലിംസ് ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഡയറക്ടർ വിഷ്ണു ചേട്ടാ, നമ്മുടെ ഡെബ്യൂ ആണ്, എനിക്കറിയാം അതെങ്ങനെയാണെന്ന്. ഞങ്ങൾ ടെൻഷൻ വരുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് റൈറ്റേഴ്സ് ജെവി ചേട്ടാ, ബിബിൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ആൻഡ് കുറച്ചും കൂടി സ്പെഷ്യലാണ് ബിക്കോസ് എൻ്റെ അച്ഛനായി തന്നെ ഈ സിനിമയിലുണ്ട്. ദാറ്റ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ. സായിച്ച, ജഗദീഷ് അങ്കിൾ, താങ്ക് യു സോ മച്ച്. അസീസ്ക, ബിന്ദമ്മ ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട്. ആൻഡ് ഷാറുഖ്, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് മൈ co-star. You will be always special for me because ഇനി അങ്ങോട്ട് സിനിമകൾ ചെയ്യുമ്പോഴും ഷാറുഖ് will be very special because you're my first ever co-star. And thank you so much. എല്ലാവരും പോയി സിനിമ കാണാം. സിനിമ ഇരുന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നതാണോ പേടി, അതോ സായി കുമാർ എന്ന ആക്ടർ ആൻഡ് അച്ഛൻ സിനിമ കാണുന്നതാണോ പേടി? ഇല്ല, അച്ഛൻ്റെ കൂടെയാണല്ലോ അഭിനയിച്ചത്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കൂടെ കുറച്ച് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇല്ല, സായിച്ചനാണ് ഈ കഥാപാത്രം, ഞാൻ ഇന്നായി കഴിഞ്ഞിട്ടാണ് സായിച്ചനാണ് ഈ കഥാപാത്രം ചെയ്യുന്നതെന്ന് അറിയുന്നത്. അപ്പം പേടിയുണ്ടായിരുന്നു, അയ്യോ ഇതിപ്പോൾ എങ്ങനെയായിരിക്കും, ടിക്ടോക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചതാണ്, സായിച്ചൻ്റെ കൂടെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര നാച്ചുറലൈസ് ചെയ്ത സീൻസ്, എനിക്കറിയില്ല വീട്ടിലുള്ള പോലെ. ബട്ട് താങ്ക് യു സോ മച്ച് സായിച്ച. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ എൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് സായിച്ചിൻ്റെ മോളായിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്ര വലിയ പേടി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. എന്താണ് ഈ ഒരു സിനിമയിൽ നിന്ന് കല്യാണിയുടെ ടേക്ക് അവേ എന്തായിരിക്കും? ഒന്നും പറയാൻ കിട്ടുന്നില്ല. കുറച്ച് ദിവസം മുമ്പായിരുന്നപ്പോൾ എനിക്ക് പിന്നെയും എന്തൊക്കെയോ എൻ്റെ വായിന്ന് വരുന്നുണ്ടായിരുന്നു സംസാരിക്കാൻ. പക്ഷെ ഇപ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്ങിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഷുവറാണ്. എനിക്ക് ഒന്നാമത് ഭയങ്കര ഇഷ്ടപ്പെട്ട ജോണറാണ് ഈ ഒരു ഫാമിലി എൻ്റർടൈനർ. അപ്പോൾ ഒരുപാട് നാളായില്ല ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ട്. എല്ലാവരും പോയി കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബെസ്റ്റ് ഫ്രണ്ട് ആണ് കോ പ്രൊഡ്യൂസർ, വിളിക്കുന്നില്ല സ്റ്റേജിലേക്ക്. ഓക്കെ, കമോൺ, ഒരു ഡാൻസ് ആവാലോ, ചെറിയൊരു ഡാൻസ്. നല്ലൊരു കൈയടി, കമോൺ. കല്യാണി ആൻഡ് മാളുവിക്ക് വേണ്ടി. മാളുവാണ് അടിപൊളി ഡാൻസർ. മാളുവിന്റെ എനർജി ഇവിടെ കോമ്പീറ്റ് ചെയ്യാൻ ആർക്കുമില്ല. കോളേജിൽ മറ്റേ സ്പോർട്ട് ഡാൻസ് കളിക്കുമ്പോൾ മാളുവിന്റെ ഡാൻസ് കണ്ട് ഞാൻ കണ്ണുകളിലിരുന്നിട്ടുണ്ട്. ഞാൻ ഫീൽഡ് ഔട്ട് ആയിരുന്നു. അപ്പൊ മാളു ഒന്ന് സ്റ്റെപ്പ് ഇടുന്നു, ഞാനത് ഫോളോ ചെയ്യുന്നു. അയ്യോ, കല്യാണീൻ്റെ ഞാൻ ആക്ച്വലി ഞാൻ ഡാൻസിന് ഭയങ്കര ഫാനാണ്. ഭയങ്കര ഗ്രേസ്ഫുൾ ആയി കളിക്കുന്ന ഒരു ഡാൻസറും കൂടിയാണ് കല്യാണി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് എന്തായാലും ഇതൊന്ന് കാണാൻ സാധിക്കായിരുന്നെങ്കിൽ എല്ലാവർക്കും അത് സന്തോഷമായിരുന്നില്ലേ. ഇപ്പൊ കുറച്ചു മുമ്പ് ജഗദീഷ് ചേട്ടൻ എന്നോട് പറഞ്ഞ പോലെ തന്നെ എന്താണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദ ആക്ടർ ഷറഫുദ്ദീൻ. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു കുസൃതിയുള്ള ആ ഒരു ചിരി നമുക്ക് നൽകുന്ന ഷറഫുദ്ദീൻ. ആ ഷറഫുദ്ദീനെയാണ് നമുക്ക് ഈ സിനിമയിലേക്ക് കാണാൻ സാധിക്കുക. വെൽക്കം ടു ദ ഷോ ഷറഫുദ്ദീൻ. എല്ലാവർക്കും നമസ്കാരം. ഈ 50ാമത്തെ സിനിമയുടെ കാര്യം ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ എല്ലാ പരിപാടിക്കും എന്നെ ലാസ്റ്റ് വിളിക്കും. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും ഇയാൾ വന്നിട്ടെന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നു. ഇവിടെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത് ഞാനായിരിക്കും. കാരണം എനിക്ക് ശരിക്കും കുഴപ്പമില്ല, സിനിമയിൽ അഭിനയിക്കുന്നു പറയുമെങ്കിലും സ്റ്റേജിൽ അത്ര ഓക്കെ ആയിട്ടുള്ള ആളല്ല. ഏതായാലും ഇപ്പോൾ ഇങ്ങനൊരു വേദിയിൽ ഈ നാളെ റിലീസാവാൻ പോകുന്ന സിനിമയുടെ തലേ ദിവസം ഈ സമയത്ത് ഇങ്ങനെ പരിപാടി ഞാൻ ഒരിക്കലും പിടിക്കില്ല. ഞാൻ പറയും നടക്കില്ല, ഞാൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത് ചിലപ്പോൾ ഞാൻ വഴക്കൊക്കെ ഇടവരിക്കും. പക്ഷെ ഇത് അജിത് വിനായക പ്രൊഡക്ഷൻസിൽ ആക്ച്വലി ആദ്യമായിട്ട് എനിക്ക് ഒരു പോപ്പുലർ ബ്രാൻഡ് എന്നെ ലീഡാക്കിക്കൊണ്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ തീർച്ചയായും എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇവിടെ വരെ വന്നത്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച് തന്നതിൽ ഭയങ്കര സന്തോഷം.
മധു എല്ലാവരും വിചാരിക്കും പോലെ തന്നെ ഭയങ്കര കൂൾ കോമഡി അല്ലെങ്കിൽ ഫാമിലി കോമഡി ആയിട്ട് തന്നെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമയാണ്. പിന്നെ ഇവിടെ ഓരോരുത്തരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ജയ് വിഷ്ണുവിൻ്റെ 3 സിനിമകൾ ഉണ്ടായിരുന്ന ആളാണ്. ബിബിനെ എനിക്കറിയാവുന്നതാണ്, ഫ്രണ്ടാണ്, റൈറ്റേഴ്സ്. ഈ പറഞ്ഞ പോലെ ഞാനും വിഷ്ണുവും ജയ് വിഷ്ണുവും ബിബിനും കൂടി കഥ പറയാൻ വേണ്ടി പറ്റിയ സ്ഥലം അന്വേഷിച്ച് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ കൂടെ സഞ്ചരിച്ച അവസാനം ഏതൊരു പാടത്തോ എവിടെയെങ്ങാണ്ട് ഇരുന്ന് കലിങ്കിലൊക്കെ ഇരുന്നാണ് കഥ പറഞ്ഞത്. പക്ഷെ നല്ല സ്ഥലമായിരുന്നു. ഏതായാലും അങ്ങനെ ഒരു നല്ല സിനിമ സംഭവിച്ചു. അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ കല്യാണിയുടെ കൂടെ തീർച്ചയായും അഭിനയിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അത് അടിപൊളിയാണ്. പിന്നെ ബിന്ദു ചേച്ചിയുടെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബിന്ദു ചേച്ചിയുടെ കൂടെ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു റോഷാക്കിൽ നമുക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല, പക്ഷെ എൻ്റെ അമ്മയായിട്ട് മദന മനോരമത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹലോ മമ്മിയിൽ സഹായിക്കാൻ വരുന്ന ആളായിട്ടും ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ റോഷാക്കിൽ ചെയ്തിട്ടുണ്ട്, ഹലോ മമ്മിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലെല്ലാം ഭയങ്കര സന്തോഷം. ഈ സീനിയർ ആർട്ടിസ്റ്റുകൾ നമ്മളെ കുറിച്ച് അങ്ങനെ നല്ല കമൻറ്റുകളൊക്കെ പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സായിച്ചേട്ടൻ്റെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ സായിച്ചേട്ടനെ ഞാൻ ഇടയ്ക്ക് വെറുതെ വിളിക്കും. ഞാൻ അങ്ങനെ എല്ലാവരെയും അങ്ങനെ വിളിക്കാറില്ല. ഇടയ്ക്ക് ഞാൻ ചില സിനിമകളുടെ എന്തെങ്കിലും കട്ട്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ സായിച്ചേട്ടനെ വെറുതെ വിളിക്കും. എന്നിട്ട് ഞാൻ പറയും, സായിച്ചേട്ടൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്കൊന്ന് കാണണം എന്ന് പറയും. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, സോറി. പക്ഷെ അത് ആ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് പല സിനിമകളിലും സായിച്ചേട്ടൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ട് പെട്ടെന്ന് എക്സൈറ്റഡ് ആയിട്ട് നമ്പറുള്ള ആരും കൊണ്ട് ചാടി കയറി വിളിച്ച് ഒന്ന് കാണണം എന്നൊക്കെ. അത് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ സായിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ, ഭയങ്കര സന്തോഷം. താങ്ക് യു മാളവിക ഈ സിനിമയിൽ പ്രൊഡക്ഷനിൽ വന്നതിൽ. പിന്നെ തീർച്ചയായും പ്രദീപേട്ടനാണ് ആക്ച്വലി ഈ പടം എന്താ പറയുക, ഈ പടത്തിൻ്റെ കാരണക്കാരനായ പേര് പുള്ളിയാണ്. പുള്ളിയിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ആ പ്രദീപേട്ടൻ ഇവിടെ ഇല്ല. തീർച്ചയായും പ്രദീപേട്ടനും താങ്ക്സ് പറയുകയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ചോദിക്കാനല്ല, ഇനി ഇപ്പം ഞങ്ങൾക്കൊരു മൊമെൻ്റ് ആണ് ഇത്. കാരണം 50th മൂവിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം ജഗദീഷായിട്ടൊന്ന് സ്റ്റേജിലേക്ക് വിളിക്കുന്നു. എന്താണ് തോന്നുന്നത്? അല്ല, വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഒന്നും വേണ്ട, ഈ ഷോറിയിൽ ഷറഫുദ്ദീൻ്റെ ബ്രില്യൻ പെർഫോമൻസുകൾ കോർത്തിണക്കി ഒരു ഷോറിയിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ തന്നെ ഷറഫുദ്ദീൻ്റെ വെറൈറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ റോളും റോഷാക്കിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ വന്നപ്പോൾ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ കോമ്പിനേഷൻ. എനിക്ക് ഷറഫുദ്ദീൻ അനായാസമായി ആ സീന് കൈകാര്യം ചെയ്ത രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഷറഫുദ്ദീൻ എന്നെയും കോംപ്ലിമെൻ്റ് ചെയ്തു. ഞാൻ ആ പോലീസ് കോൺസ്റ്റബിളായിട്ട് ചെയ്ത ചേട്ടാ വളരെ രസകരമായി പിന്നീട് കാണുമ്പോഴും എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു പെർഫോമൻസാണ്. വളരെ കാഷ്വലായിട്ടാണ് ചെയ്തത് എന്ന് ഷറഫുദ്ദീൻ എന്നെയും കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വളർച്ചയുടെ പടവിൽ 50 ചിത്രങ്ങൾ പൂർത്തിയാക്കുക ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ന് പറയുന്നത് റെക്കോർഡ് തന്നെയാണ്. അതും എല്ലാം ഒന്നിനൊന്ന് മികച്ച വേഷങ്ങളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് 50th ഫിലിമായിട്ട് ഇവിടെ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മധുവിദ്വീപിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമാണ്. അജിത് വിനായക പ്രൊഡക്ഷൻസ് ആൻഡ് ബാബുവേട്ടൻ ഫിലിംസ്, അവരെ പ്രൊഡ്യൂസേഴ്സ് തീർച്ചയായിട്ടും കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ നല്ല സിനിമകളാണ് അജിത് വിനായക മലയാള സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണെങ്കിലും, എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും, എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിനനുസരിച്ച് മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ കാശിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺട്രോളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതിന് വേണ്ടി നല്ല രീതിയിൽ കാശ് മുടക്കണം എന്ന പക്ഷക്കാരൻ തന്നെയാണ് അജിത് വിനായക ഫിലിംസ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഷറഫുദ്ദീനെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെല്ലാവരും വലിയ ഒരു കയ്യടി, ഇന്നത്തെ ഏറ്റവും വലിയ കയ്യടി കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ്. ഹോൾ ക്രൂ, ഈ ഒരു മൊമെന്റ് ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ദ ഹോൾ ക്രൂ. കൊറിയോഗ്രാഫർ നിഷ്ദാൻ ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജിതേഷ്.
ഈ നോട്ടിൽ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, എല്ലാവർക്കും വേണ്ടി, ഇതിലെ ടെക്നീഷ്യൻസിന് വേണ്ടിയും ഇതിൽ പങ്കെടുത്ത ആർട്ടിസ്റ്റിന് വേണ്ടിയും എല്ലാവരും പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പതിവിധു നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കണം. കാരണം വിമർശനങ്ങളും ആവശ്യമാണ്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും, എങ്കിലേ ഒരു ആർട്ടിസ്റ്റും ഒരു സംവിധായകനൊക്കെ വളരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വികാരങ്ങൾ, ആ വിചാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു മടിയും കാണിക്കേണ്ട. ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് ഒരു പക്ക ഫാമിലി കോമഡി ആയിരിക്കും മധുവിധു. ആ ഒരു പ്രതീക്ഷയിലാണ് നാളെ റിലീസാകുന്നത്. ആ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രതീക്ഷ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന ഒരു ഗ്യാരണ്ടിയാണ് എനിക്ക് നൽകാനുള്ള വ്യക്തിപരമായി. അപ്പോൾ കണ്ടിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. തിയേറ്റർ ഒരു ഉത്സവ പ്രതീതിയോടെ കാണാൻ പറ്റിയ ഒരു പടമാണ്. ഒരു ഫാമിലി കോമഡിയാണ്. എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.